ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ DRDOയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഇത്തവണ വന്നിരിക്കുന്നത്. DRDOയിലേക്ക് 2 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ 9-ാം തീയതി മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നാണ് പറയുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല. ഉടൻ തന്നെ ആ ലിങ്ക് ഓപ്പൺ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവസാന ഡേറ്റും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടുന്ന അവസാന ഡേറ്റും നിലവിൽ വന്നിട്ടില്ല. അതായത് ഒരു ടെക്നിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അതിൽ തന്നെ ITI യോഗ്യതയുള്ളവർക്കും ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും BTech യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. മാത്രമല്ല വ്യത്യസ്ത സ്ട്രീമിലുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. കൂടാതെ BSc ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു തസ്തിക എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് വേക്കൻസികൾ നോക്കാം. ടോട്ടൽ വേക്കൻസികളായിട്ട് പറയുന്നത് 764 വേക്കൻസികളാണ് നമുക്ക് ഉള്ളത്. 764 വേക്കൻസികൾ. അതിൽ തന്നെ റിക്രൂട്ട്മെന്റ് ഓഫ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിയും ടെക്നീഷ്യൻ എയുമാണ് ഈ ഒരു 2 പോസ്റ്റുകൾ. ഈ 2 പോസ്റ്റുകളിലുമായിട്ടാണ് ഏതാണ്ട് 764ഓളം വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓർക്കുക, DRDO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ അഭിമാനമാണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രൊട്ടക്റ്റീവ് ഫോഴ്സ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ ഇന്ത്യൻ ഡിഫൻസ് രംഗത്തെ പ്രൊട്ടക്ട് ചെയ്യുകയും ഇന്ത്യ തദ്ദേശീയമായ വെപ്പണുകൾ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൽ വളരെ മുഖ്യധാരയിൽ തന്നെ വലിയ റോളുകളുള്ള ഒരു സ്ഥാപനമാണ്. ഓപ്പറേഷൻ സിന്ദൂരിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം DRDOയുടെ സ്വാധീനം എന്താണെന്ന്. അത്തരത്തിലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും അഭിമാനം നൽകുന്ന ഒരു നേട്ടമാണ്. അപ്പോൾ ആ ഒരു നേട്ടത്തിലുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നമുക്ക് പോസ്റ്റുകളിലേക്ക് പോകാം. ആദ്യമായിട്ട് 1ാമത്തെ പോസ്റ്റ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നതാണ്. ഈ ഒരു പോസ്റ്റ് ലെവൽ 6ൽ വരുന്നതാണ്. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 35,400 മുതൽ 1,12,400 വരെ വരുന്ന ഒരു പേ സ്കെയിലുള്ള ഒരു പോസ്റ്റാണ്. ഓർക്കണം, ഇത് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ആയതുകൊണ്ട് തന്നെ ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറി ഇതിനേക്കാളും ഒത്തിരി കൂടുതലായിരിക്കും. DA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും, പ്രത്യേകിച്ചും DRDO ആയതുകൊണ്ട് തന്നെ. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ജനറൽ കാറ്റഗറിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 18 മുതൽ 28 വയസ്സ് വരെയാണ്. ഇതിന്റെ ടോട്ടൽ വേക്കൻസികൾ 561 എണ്ണമാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ എ ആണ്. ഈ ഒരു ടെക്നീഷ്യൻ എയിലേക്ക് വരുന്ന പോസ്റ്റ് 19,900 തുടങ്ങി 63,200 അവസാനിക്കുന്ന ഒരു പേ സ്കെയിലാണ്. ഈ ഒരു സാലറി ബേസിക് സാലറിയുടെ സ്കെയിലാണ്. ഇതിന്റെ കൂട്ടത്തിൽ DAയും ബാക്കി അലവൻസുകളും ഒക്കെ വരുമെന്ന് ഓർക്കണം. അപ്പോൾ ഈ സാലറി ഇതായിരിക്കില്ല. സെൻട്രൽ ഗവൺമെന്റിൽ എപ്പോഴും അലവൻസുകൾ വളരെ കൂടുതലാണ്. നെറ്റ് എഫക്ട് സാലറി ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിൽ മാറ്റമില്ല. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നത്. ടോട്ടൽ വേക്കൻസികൾ 203 എണ്ണമാണ്. ഇനിയും ഇതിൽ ആദ്യത്തെ പോസ്റ്റായിട്ടുള്ള സീനിയർ ടെക്നീഷ്യൻ അസിസ്റ്റന്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ അലൈഡ് സബ്ജക്ട് റെക്കഗ്നൈസ്ഡ് ബൈ AICT എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത. ഇതിൽ ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് നോക്കാം. അതിന്റെ വ്യത്യസ്തങ്ങളായ ഡിസിപ്ലിൻ നോക്കാം. ആദ്യമായിട്ട് ഓട്ടോമൊബൈൽ, കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇനിയും അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ, മെറ്റലർജി എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ബോട്ടണി, കെമിസ്ട്രി, ലൈബ്രറി സയൻസ്, മാത്തമാറ്റിക്സ്, MLT, പതോളജി, MLT, ഫോട്ടോഗ്രാഫി, ഫിസിക്സ്, പ്രിന്റിംഗ് ടെക്നോളജി, സൈക്കോളജി, ടെക്സ്റ്റൈൽ, സുവോളജി. ഇത്രയും മേഖലയിലാണ് നമുക്ക് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് ടെക്നീഷ്യൻ എ പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായ ശേഷം നേടിയിരിക്കുന്ന NCVT അല്ലെങ്കിൽ NDA NICയുടെ സർട്ടിഫിക്കറ്റ്, NDC സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം. അതായത് ITA സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് ഏതൊക്കെ ഡിസിപ്ലിനിലാണ് വേണ്ടതെന്ന് നോക്കാം. ഓട്ടോമൊബൈൽ, ബുക്ക് ബൈൻഡർ, കാർപ്പൻറ്റർ, CNC ഓപ്പറേറ്റർ, COPA, ഡ്രാഫ്റ്റ്മാൻ, DTP ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, ഫിറ്റർ, ഗ്രൈൻഡർ, മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മിൽറൈറ്റ് മെഷീൻ, മോട്ടോർ മെക്കാനിക്, പെയിന്റർ, ഫോട്ടോഗ്രാഫർ, റെഫ്രിജറേഷൻ ആൻഡ് AC, ഷീറ്റ് മെറ്റൽ വർക്കർ, ടർണർ, വെൽഡർ. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ കഴിയുന്നത്. ഈ 2 പോസ്റ്റിലേക്കും അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഫീസ് ഉണ്ടായിരിക്കും. ഈ 2 തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ജനറൽ, OBC, EWS തുടങ്ങിയ വിഭാഗം 100 രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ വുമൺ കാൻഡിഡേറ്റിനെ പൂർണ്ണമായിട്ടും ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 100 രൂപ മാത്രമാണ് ഫീസ് ഉള്ളത്. അതുപോലെ തന്നെ SC, ST, PWD, ESM തുടങ്ങിയ വിഭാഗത്തെയും
ഫീസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി പറയാം. ഇതിന്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ 4 ഡിസംബർ 2025 വന്നിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ 9 തീയതിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന 9 തീയതി ആണെന്ന് പറയുന്നു. നിലവിൽ അതിന്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല. ഉടൻ തന്നെ ലിങ്ക് ഓപ്പൺ ആകുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ മുതൽ തന്നെ ഈ ഒരു ലിങ്ക് നോക്കുക. അതിന് നിങ്ങൾ ഈ ഒരു സൈറ്റിൽ കയറിയാൽ മതി. ഇതിന്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും നിലവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ അപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി പറയാനുള്ളത് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പോസ്റ്റാണ്. DRDOയുടെ ഭാഗമാവുക എന്നുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധ്യമാക്കുന്നതിന് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ഇതിന്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സാമിനേഷന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് ഒരുമിച്ച് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തെടുക്കാം. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.